നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയതാണ് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ. 4 അമ്പലത്തിൽ പോയി. ആദ്യം ഇവിടെ വാതുക്കയിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള 3 അമ്പലങ്ങളിൽ പോയിട്ടാ. ഇവിടെ പോയ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ അത് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ട് പിന്നെ ഇത് സന്ധ്യയ്ക്ക് ഞാൻ വിളക്ക് വെക്കുന്നതാണ് കേട്ടോ. അപ്പം അപ്പോൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നോട്ടം വന്നിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് തന്നിട്ട് ഒരു മൂക്കുത്തിയാണ് മേടിച്ചത്. ഒരുപാട് എനിക്കിഷ്ടമായി കേട്ടോ. അന്നേരം തന്നെ വീട്ടിൽ വന്നിട്ട് തന്നെ ഞാനത് ഇട്ട് നോക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മൂക്കുത്തിയൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് മേടിക്കാനായിട്ട് വന്നേട്ടാ. ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ വന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇട്ട് നോക്കിയത് കേട്ടോ. മൂക്കുത്തിയൊക്കെ ഇട്ട് നോക്കിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്രാവശ്യം എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി ബർത്ത്ഡേക്ക്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. രാവിലെ തൊട്ട് എല്ലാ 4 അമ്പലത്തിലൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി. വൈകുന്നേരമൊക്കെ സന്തോഷമായി. എല്ലാവരും വിളിച്ച് വിഷ് ചെയ്തു. അപ്പുക്കുട്ടനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലത്തെയാണ് ഈ കാണിക്കുന്നത്. രാവിലെ ഞാൻ പൂരി പാക്കറ്റിലാണ് മേടിച്ചിട്ടാ. ഇതിന് മുന്നേ ഒരിക്കൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പാക്കറ്റിലെ പൂരി എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഭയങ്കര ഹാർഡായിരുന്നു. നമ്മളിത് ആക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്നത് ഇങ്ങനെയൊക്കെ പൊങ്ങിയൊക്കെ വന്നായിരുന്നു. പക്ഷേ എന്നാലും കഴിച്ചപ്പം ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ എണ്ണ അതിൽ നിന്ന് കോരിയെടുത്തു. പൂരി എടുത്തതിൻ്റെ ബാക്കി എണ്ണ ഞാൻ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ കറി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു 4 സ്പൂണ് ഞാൻ ഒത്തിരി ഷോർട്ട്സിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ 4 എണ്ണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ മറന്നുപോയി. കുറച്ചായി മേടിച്ച് വെച്ചിട്ട് ഞാൻ എന്തായാലും ഇത് ടാഗ് ചെയ്തേക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ചോപ്പറിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത്രയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 4 പച്ചമുളകും കൂടെ ഇട്ടു. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടെ പച്ചമുളക് കൂട്ടോ കുറയ്ക്കോ അതൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേയും ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ കിഴങ്ങിൻ്റെ കറി ഇട്ടാൽ. അപ്പോൾ അതിലേക്ക് പിന്നെ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് വഴറ്റാൻ വെച്ചു. പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ ചായയും കൂടെ അടുപ്പത്തേക്ക് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ പുഴുങ്ങി ഒക്കെ വെച്ചിരുന്നു. എന്നിട്ട് അതിനെ ഞാനൊന്ന് അരിഞ്ഞ് ഇടുകയാണ് കേട്ടോ. കാരണം സാധാരണ ഞാൻ ഒരു ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഇടിച്ചെടുക്കുന്ന സാധനം, അത് വെച്ചാണ് ഞാൻ സ്മാഷ് ചെയ്തെടുക്കുന്ന ഒരു സാധനം. അത് വെച്ചാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്ന് അരിഞ്ഞാണ് എടുത്തത്. ഇവിടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാലൊന്നും വിനോട്ടനേ ഉള്ളൂ അത് കഴിക്കുന്നത്. അച്ചു ആണെങ്കിൽ അതും കൂടെ സൈഡിലോട്ടൊക്കെ നീക്കി വെക്കും. എന്നൊക്കെയാണ് അവരുടെ രീതിയിൽ. അപ്പോൾ അതിന് മിക്കവാറും ഞാനതിനെ സ്മാഷ് ചെയ്താൽ ചേർക്കാറുള്ളത്. ഇന്ന് പക്ഷേ ഞാനതൊന്ന് അരിഞ്ഞ് ഇട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ തവി വെച്ചൊന്ന് കുത്തി ഉടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കേട്ടോ. അതൊക്കെ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു 1/4 സ്പൂണും ഗരം മസാല 1 സ്പൂണും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ചെറിയ സ്പൂണായതുകൊണ്ട് അതിലൊരു സ്പൂണും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും മാത്രം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ഉപ്പിടാം കേട്ടോ. ഞാനപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. വഴറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പെട്ടെന്ന് ഇതൊന്ന് തിക്കാകും, ഗ്രേവി പെട്ടെന്ന് തിക്കാകും. അത് കാരണം ഇച്ചിരി നമുക്ക് വേണ്ടതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്ത് അത് വേകാൻ വെച്ചു. അപ്പോഴത്തേക്ക് ചായയുമായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിനോട്ടനായിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ പുറത്തേക്ക് തൂക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും തൂക്കാനൊന്നും നിന്നില്ല. രാവിലെ അമ്പലത്തിൽ പോക്ക് തുടങ്ങിയത് കാരണം ഇന്നലെ തൂപ്പൊന്നും നടന്നില്ല. അപ്പോൾ അത് കാരണം ഇന്ന് രാവിലെ ആദ്യം ഇതവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാണ്. നല്ല കാറ്റായത് കാരണം അവിടെ എല്ലാം നല്ല പൊടിയായിരുന്നു.
അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് തൂത്തെടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാമായണമൊക്കെ ചൊല്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്